ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് തീരെ ബ്രേക്ക് കുറവായിരുന്നു. അതേപോലെ ആക്സിലേറ്റർ കേബിളൊക്കെ ലോഡായി കിടക്കായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി നിൽക്കാത്തൊരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ആക്സിലേറ്റർ കേബിൾ ലോഡായി കിടന്നത് കൊണ്ടുവന്ന കംപ്ലയിൻ്റ് ആണ്. പിന്നെ നമ്മൾ ജനറൽ സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ഓൾറെഡി നമുക്ക് മഴ വന്നെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വീണ്ടും അത് കംപ്ലയിൻറ്റ് ഇത് ആവാതിരിക്കാനായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയേക്കാം കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈനർ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ്. ഒറിജിനൽ ലൈനർ കിടക്കണേ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് വന്ന മിസ്റ്റേക്കാണ് ബാക്കിൽ ബ്രേക്ക് തീരെ കുറവായിട്ട് കണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോഴേ നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒരല്പം പൊടിയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. നമുക്ക് മാറ്റേണ്ട ഒരു കണ്ടീഷനിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. നമുക്കത് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ്, ഒറിജിനൽ ലൈനർ തന്നെയാണ്, എയർ ഫിൽറ്ററാണ് കിടക്കണേ. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നിലവിൽ ഇവിടെ ചെറിയൊരു നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വലിയ മേജറായിട്ടുള്ളൊരു ലീക്ക് എന്ന് പറയാനും പറ്റാത്തൊരു കണ്ടീഷനിൽ നമുക്ക് കൈയോടെ അയച്ചാൽ അതിൻ്റെ ഓയിൽസിൽ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ഗിയറിൽ തന്നെ ഓയിൽ ലെവൽ കുറവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഗിയർ ഓയിലൊന്ന് ചേഞ്ച് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് മാക്സിമം ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് ഗിയർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എഞ്ചിൻ ഓയിൽ 3000 കിലോമീറ്ററാണ്. ഗിയർ ഓയിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 10,000 കിലോമീറ്റർ കൂടുതലൊക്കെ ഓടിക്കാതിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിനകത്തേക്ക് വെള്ളത്തിൻ്റെ അംശമൊക്കെ എന്തെങ്കിലും ചെന്നിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അത് മാറ്റിക്കളയണത് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് നമുക്ക് ക്ലച്ച് CVT ക്ലച്ചാണ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാനും ഗ്രീസിങ് നടത്താനും അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കണം. ഇതതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. അത് ചെറിയൊരു ലാഗ് കാണിക്കുന്നുണ്ട്. സെൽഫ് റിട്ടേൺ പോരാനൊക്കെ ആയിട്ട് കംപ്ലയിൻറ്റിൻ്റെ ഒരു ആരംഭ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. തൽക്കാലം നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട, നമുക്കൊന്ന് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തൊന്ന് റീസെറ്റാക്കി ഇടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറുകളൊക്കെയാണ്. നോർമൽ സാധാരണ തേമാനൊക്കെ ഉള്ളൂ. കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള പ്ലേയിലേക്കൊന്നും എത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെയാണ്. അത് നമുക്കൊന്ന് അഴിച്ചിട്ടൊന്ന് ഗ്രീസിങ് അടുത്ത് റീസെറ്റ് ചെയ്യാം. ഇത് നമ്മൾ മാനുവലായിട്ടാണ് നമ്മൾ അഴിച്ച് ലൂബ്രിക്കേഷൻ കൊടുക്കണം. അത് ഗ്രീസാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഗ്രീസിട്ട് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, കിടക്കുന്ന ബെൽറ്റ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ഹോണ്ട മാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബെൽറ്റ് തന്നെ കിടക്കണേ. പക്ഷേ നമുക്ക് അതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോൾ ബെൽറ്റ് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം പൊട്ടലുണ്ട്. അപ്പോൾ അത് മാറ്റിയിടണം കേട്ടോ സേഫ്. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തായാലും അടുത്ത സർവീസ് വരെ നമുക്ക് കിടന്ന് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി കളയാം. കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ പാർട്സിൻ്റെ പൈസ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തി വെച്ചേക്കാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നമുക്ക് ഒരു ചെറിയൊരു ലീക്ക് കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഹെഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറ്റി ആ മൗണ്ടർ റബ്ബറൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും കംപ്ലൈൻ്റ് ആണ്. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ലോഡായിട്ട് നിൽക്കുകയാണ്, വണ്ടി റേസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോക്കിൻ്റെ കേബിളും ഔട്ടറും വലിഞ്ഞാൽ നിൽക്കണം. അപ്പോൾ ആ 2 കേബിളും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ചെളി. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് കാണാൻ പറ്റില്ല. നമുക്ക് ഈ കവറിങ്ങൊക്കെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. പുറമേ നോക്കുമ്പോൾ നമ്മളെ ബോഡി മാത്രം വാഷ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കയറ്റാണെങ്കിൽ നന്നായിരിക്കും, നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ചേസിൻ്റെ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ തന്നെ ഒന്ന് പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 1-2 കംപ്ലയിൻസുകളുണ്ട്. ഒന്ന് നമുക്ക് ഈ ഷോക്ക് അബ്സറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ആക്ഷൻ കൂടുതലാണ്. അതേപോലെ തന്നെ അത് ഓവറായിട്ട് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ ബുഷുകളൊക്കെ കംപ്ലയിൻറ്റ് വന്നു. ഈ ബുഷൊക്കെ പ്ലേ ഉണ്ട് അത്യാവശ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഫ്രണ്ട് ടയറൊക്കെ വെട്ടി തേലും പ്രശ്നങ്ങൾ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഷോക്ക് അബ്സർ മാറ്റി കളയാം. ഷോക്ക് അബ്സർ മാറ്റാം. ഈ ഇതിൻ്റെ ഉള്ളിലൊന്ന് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനൊക്കെ വന്നല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫൈബർ ബുഷാണ് വരിക. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളും. അപ്പോൾ പിന്നീട് വലിയ പ്രശ്നം നമുക്ക് കാണിക്കില്ല. അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ട് നമുക്ക് ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിതുമേ ഇരിക്കുന്നത് 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററി. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.81 കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കണ്ടീഷനകത്ത് കാണിക്കും. ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല.
എന്തായാലും വലിയ താമസിച്ചാണ്ട് നമുക്കൊരു ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്താം. സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനായിട്ട് മാറ്റിയാലും മതി. ഓൾറെഡി ഡാമേജ് ആണ്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കംപ്ലൈൻറ്റ്. അപ്പോൾ അതൊന്ന് മുൻകൂട്ടി കരുതിയിരിക്കുക. സെൽഫിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ബാറ്ററി ആണെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണിക്കും. കാരണം അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി. സെൽഫ് മോട്ടർ വർക്കണമെങ്കിൽ കറക്റ്റ് ബാറ്ററിക്ക് ആംപിയർ വേണം, എന്നാൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പ്ലഗും എയർഫിൽറ്ററും കൂടി ഒരുമിച്ച് മാറ്റിയേക്കുന്നതാണ്. അതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. അത് മൊത്തത്തിൽ ഫോം ടൈപ്പാണ്, അത് മൊത്തം പൊടിഞ്ഞു പോയി. അതിൻ്റെ ലൊക്കേഷൻ വരാമെന്ന് പറഞ്ഞാൽ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തായിട്ടാണ്, ഈ സൈഡിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് മാറ്റിയിടണം, കാരണം അത് ഓൾറെഡി പൊടിഞ്ഞ് ഫുള്ളായിട്ട് പോയി. പിന്നെ എൻജിൻ ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 100% നമുക്ക് കളർ നോക്കിയിട്ട് പറയാൻ പറ്റുമൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഇത് ആവറേജ് ഉണ്ട്, കണ്ണിലേക്ക് അത്യാവശ്യം കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ നമുക്ക് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ മാറ്റേണ്ട പാർട്സുകളുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ എൻജിൻ ഓയിൽ മാറണം, അതേപോലെ തന്നെ ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറ്റിയിടണം. ഹെഡിൻ്റെ ഇവിടെ വന്ന ആ ഓറിങ്, ആ മൗണ്ട് റബ്ബറും മാറ്റിയിടാം. ആക്സിലേറ്ററിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും മാറ്റാം. അത്രയും ഭാഗം അവിടെ റെഡിയാകും. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലിങ്കിൻ്റെ ഫൈബർ ബുഷ് മാറ്റിയിടാം. ഫ്രണ്ട് കുഷൻ അസംബ്ലി അതിൻ്റെയാണ് ടയർ ഓവറായിട്ട് വെട്ടിത്തേച്ച പ്രശ്നം കാണിച്ചാൽ അതിൻ്റെയാണ്. അപ്പോൾ അത് രണ്ടും മാറ്റിയിടാം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഇന്നർ പോയി കിടക്കാനുണ്ടോ, അപ്പോൾ അത് കേബിൾ മാറ്റി കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആക്കി എടുക്കാനായിട്ട്. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ ആ എസ്റ്റിമേറ്റിൽ അതൊന്നും കൂട്ടണില്ല. ഓൾറെഡി കംപ്ലയിൻറ്റ് വന്നിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ആയാലും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലൈനർ കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റ് ഓൾറെഡി ഇത്ര പൊട്ടിയിരിക്കണതുകൊണ്ടോ നമ്മളത് മാറ്റിക്കളയാൻ പറയേണ്ട ആവശ്യം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഈ ബെൽറ്റ് പൊട്ടി വഴി വിടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ടി വന്നത് കേട്ടോ. ഈ എയറിൻ്റെ ഓയിലും കൂടി മാറണുണ്ടോ, അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കേട്ടോ.